എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് പരാഗ് പാരിക് മ്യൂച്വൽ ഫണ്ടിന്റെ ആനുവൽ റിപ്പോർട്ട് 2025-2026 ആനുവൽ റിപ്പോർട്ടിന്റെ കംപ്ലീറ്റ് അനാലിസിസ് ആണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് കമ്പനിയുടെ AUM-ലുണ്ടായ ഡിഫറൻസ് കണ്ടു നോക്കാം. കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ AUM എന്ന് പറയുന്നത് 1,06,000 കോടിയായിരുന്നു. അത് ഈ വർഷം ഈ ഇയർ ആയപ്പോഴത്തേനും എത്രയാണ് 1,47,000 കോടിയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ 46.73% കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്യുമ്പോൾ കൂടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം 49 ലക്ഷം ഇൻവെസ്റ്റേഴ്സ് ആയിരുന്നുള്ളത്, അത് ഈ വർഷം ആയപ്പോഴത്തേനും 71 ലക്ഷമായിട്ട് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഈ വർഷം 2026 ജനുവരിയിൽ ന്യൂ ലാർജ് ക്യാപ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് ലോങ് ടൈം ഹോൾഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. എപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്പ്രിന്റ് അല്ല, അതായത് ഒരു 100 മീറ്റർ ഓട്ടം മത്സരമുള്ള, നേരെ മറിച്ച് അതൊരു മാരത്തോൺ ആണ്. അതുപോലെ തന്നെ പരാഗ് പാരിക് അവരുടെ യൂണിറ്റ് ഹോൾഡേഴ്സിന്, ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് പുതിയ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഒക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കമ്പനി യൂണിറ്റ് ഹോൾഡേഴ്സുമായിട്ട് ഒരു ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, അവരോടൊന്ന് ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല. അതുപോലെ നമുക്കിവിടെ ഒരു ഗ്രാഫ് കാണാൻ സാധിക്കും. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിന്റെ ഫണ്ടിനെ എങ്ങനെയാണ് കമ്പനി പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഈ ഗ്രാഫ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമുക്കത് കണ്ടു നോക്കാം. ഇപ്പം ഇവിടെ ഗ്രേ കളറിൽ കാണിക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ കളറിൽ കാണിക്കുന്നതാണ് കമ്പനിയുടെ ചാർട്ട്. നമുക്ക് ആ ചാർട്ട് കാണുമ്പോൾ തന്നെ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമുക്ക് യെല്ലോ കളറിലുള്ള A എന്ന് പറഞ്ഞ ഒരു പോയിന്റ് കാണാൻ സാധിക്കും. അത് സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് ഹൈ മുകളിലായിരിക്കുന്ന സമയത്ത് നല്ല മൂല്യമുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എക്സ്പെൻസ് ആണ്. ആ സമയം കമ്പനി എന്താ ചെയ്യും, ആ കുറച്ച് ഫണ്ട് ഹോൾഡ് ചെയ്യും. ഫുൾ ഇൻവെസ്റ്റ് ചെയ്യാതെ കുറേ ഫണ്ട് ഹോൾഡ് ചെയ്യും. അതിനുശേഷം മാർക്കറ്റിൽ ഒരു ഡൗൺ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഗ്ലോബലി എന്തെങ്കിലും ഡിസീസ് ഉണ്ടാകുന്ന സമയത്ത് മാർക്കറ്റ് ഡൗൺ ആവും. ആ സമയത്ത് ഓൾറെഡി മാറ്റി വെച്ചിരുന്ന ഫണ്ട് കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുന്നു. കാരണം എന്താണ്, ആ സമയം മാർക്കറ്റ് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നല്ല മൂല്യമുള്ള കമ്പനികളുടെ ഷെയർസ് നമുക്ക് വില കുറഞ്ഞ് മേടിക്കാൻ സാധിക്കും. മാർക്കറ്റ് ഡൗൺ ആവുന്ന സമയത്ത് നിഫ്റ്റി നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. പക്ഷേ പരാഗ് പാരിക്കിന് 4-5% വരെയാണ് താഴോട്ട് പോകുന്നത്. കമ്പനി സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിറ്റ് ഹോൾഡേഴ്സിന്റെ, ഇൻവെസ്റ്റേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ കമ്പനിയുടെ പല സ്കീമുകളുടെ പെർഫോമൻസ്, അതായത് 2026 മാർച്ച് 31 വരെയുള്ള പല സ്കീമുകളുടെ പെർഫോമൻസ് നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ കമ്പനിയുടെ സ്കീമുകളെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വെൽത്ത് എഞ്ചിനും അതുപോലെ തന്നെ സ്റ്റെബിലിറ്റി എഞ്ചിനും. വെൽത്ത് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഫണ്ട് കൂടുതലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഇക്വിറ്റിയിലാണ്. അതിൽ ഫസ്റ്റ് വരുന്നതാണ് പരാഗ് പാരിക് ഫ്ലെക്സി ക്യാപ് ഫണ്ട്. 1 ഇയർ റിട്ടേൺ നോക്കുവാണെങ്കിൽ 0.63% നഷ്ടമാണ്. അതുപോലെ തന്നെ 3 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 17.14%. ഈ സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യം മുതലുള്ള ഇപ്പം വരെയുള്ള ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 18.14%. അതുപോലെ അടുത്ത ഫണ്ടാണ് പരാഗ് പാരിക് ELS ടാക്സ് സേവർ ഫണ്ട്. അത് 1 വർഷം തന്ന റിട്ടേൺ നോക്കുവാണെങ്കിൽ 6.76% നഷ്ടമാണ് തന്നിരിക്കുന്നത്. 3 വർഷത്തെ CAGR ഗ്രോത്ത് നോക്കുവാണെങ്കിൽ 13.28%. സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെയുള്ള റിട്ടേൺ നോക്കുവാണെങ്കിൽ 17.86%. നമ്മൾ ഓവറോൾ നോക്കുവാണെങ്കിൽ വെൽത്ത് എഞ്ചിൻ ഈ വർഷം തന്നിരിക്കുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ നഷ്ടമാണ്. വെൽത്ത് എഞ്ചിൻ ഈ തവണ നഷ്ടമാണ്. പക്ഷേ ഓവറോൾ ലോങ് ടൈം നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് റിട്ടേൺ തന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അടുത്തത് നമുക്ക് സ്റ്റെബിലിറ്റി എഞ്ചിൻ കണ്ടു നോക്കാം. അതിന്റെ പേര് പറയുന്നത് പോലെ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അതായത് ഹൈബ്രിഡ് ഫണ്ടുകളിലും ഡെപ്റ്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് സ്കീമാണ് പരാഗ് പാരിക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട്. ഈ ഫണ്ട് 1 ഇയർ തന്ന റിട്ടേൺ നോക്കുവാണെങ്കിൽ 5.46%. അതുപോലെ കമ്പനിയുടെ 3 വർഷത്തെ CAGR റിട്ടേൺ നോക്കുവാണെങ്കിൽ 10.87%. അതുപോലെ കമ്പനിയുടെ ഇത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെയുള്ള റിട്ടേൺ നോക്കുവാണെങ്കിൽ 9.56%. അതുപോലെ അടുത്ത ഫണ്ടാണ് പരാഗ് പാരിക് ലിക്വിഡ് ഫണ്ട്. പരാഗ് പാരിക് ലിക്വിഡ് ഫണ്ട് 1 ഇയർ തന്നെ റിട്ടേൺ നോക്കുവാണെങ്കിൽ 6.09%. 3 വർഷത്തെ CAGR റിട്ടേൺ നോക്കുവാണെങ്കിൽ 6.67%. അതുപോലെ കമ്പനി ഇതുവരെ, അതായത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെയുള്ള റിട്ടേൺ നോക്കുവാണെങ്കിൽ 5.48%. അതുപോലെ തന്നെ അടുത്ത ഫണ്ടാണ് പരാഗ് പാരിക് ആർബിട്രേജ് ഫണ്ട്. ഒരു 1 ഇയർ തന്ന പരാഗ് പാരിക് ആർബിട്രേജ് ഫണ്ട് 1 ഇയർ തന്നെ റിട്ടേൺ നോക്കുവാണെങ്കിൽ 6.44%. ഇത് 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് തന്നിട്ടില്ല, കാരണം ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷം ആയില്ല. അതുപോലെ ഇത് സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെയുള്ള ഫണ്ട് തന്ന റിട്ടേൺ നോക്കുവാണെങ്കിൽ 7.14%. അതുപോലെ തന്നെ പരാഗ് പാരിക് ഡൈനാമിക് അസറ്റ് അലോക്കേഷൻ ഫണ്ട് 1 ഇയർ തന്ന റിട്ടേൺ എന്ന് പറയുന്നത് 3.59%. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഫണ്ടിന് നമുക്ക് 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് കാണാൻ സാധിക്കില്ല, കാരണം ഈ ഫണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായില്ല. അതുപോലെ തന്നെ ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ തന്നെ റിട്ടേൺ നോക്കുവാണെങ്കിൽ 6.71%. അതുപോലെ തന്നെ കമ്പനി 2026 ജനുവരിയിൽ പുതിയൊരു ഫണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്, ഫണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതാണ് പരാഗ് പാരിക് ലാർജ് ക്യാപ് ഫണ്ട്.
നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നത് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്കെയിലും അതുപോലെ തന്നെ ഓഡിറ്റുമാണ്. പരാഗ് പാരിക് ഫ്ലെക്സിക്യാ ഫണ്ടിന്റെ നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,31,00,000 സംതിങ് ആണ്. അതിൽ യൂണിറ്റ് ഹോൾഡേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത് 1,28,00,000 രൂപ സംതിങ് ആണ്. ടോട്ടൽ ഇൻകം നോക്കുവാണെങ്കിൽ 1 കോടി സംതിങ് ആണ് ടോട്ടൽ ഇൻകം വരുന്നത്. അതുപോലെ തന്നെ പരാഗ് പാരിക് ലിക്വിഡ് ഫണ്ട്, അതിൽ ടോട്ടൽ നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 5,37,000 സംതിങ് ആണ്. അതിൽ യൂണിറ്റ് ഹോൾഡേഴ്സിനെ ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന 5,17,000 സംതിങ് ആണ്. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്ന കമ്പനിയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. നമുക്കിവിടെ ഒരു ചാർട്ട് കാണാൻ സാധിക്കും. ഇപ്പം എല്ലാ മ്യൂച്വൽ ഫണ്ട് കമ്പനികളും ഓരോ കമ്പനിയുടെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കമ്പനികളിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഈ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് വോട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. പരാഗ് പാരിക് 1734 വോട്ടിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ 1366 വോട്ടിങ്ങിലും ഫേവറബിൾ ആയിട്ടാണ് നിന്നത്. ബാലൻസ് വരുന്ന 368 വോട്ടിങ്ങളിൽ എഗനിസ്റ്റ് ആയിട്ട് നിന്നത്. അപ്പം കമ്പനി കൂടുതലും അവരുടെ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റിനും കൂടെ പ്രാധാന്യം കൊടുക്കുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ നമുക്ക് ഈ ഗ്രാഫിക് കാണാൻ സാധിക്കുന്നത്, ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നത് പരാഗ് പാരിക് അവരുടെ യൂണിറ്റ് ഹോൾഡേഴ്സിന് നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് സ്ഥാനം കൊടുക്കുന്നുണ്ടെന്നാണ്. കാരണം യൂണിറ്റ് ഹോൾഡേഴ്സിന് ഇടനിലക്കാരില്ലാതെ ഡയറക്റ്റ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പരാഗ് പാരിക് സെൽഫ് ഇൻവെസ്റ്റ്മെന്റ് ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ പരാഗ് പാരിക്കിന്റെ മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ഈസി ആക്കുന്നതിന്, അവർ വർക്ക് ഈസി ആക്കുന്നതിന് വേണ്ടി പരാഗ് പാരിക് പാർട്ട്നേഴ്സ് ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും പരാഗ് പാരിക്കിന്റെ 2025-2026 ഫിനാൻഷ്യൽ ഇയറിലെ ആനുവൽ റിപ്പോർട്ട് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.